ആദ്രത്തിന്റെ നിധിവേട്ട. ഒരു നല്ല വെയിലുള്ള ദിവസം ആദ്രിത്തും അവന്റെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയായ ചിരാഗും പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. ചിരാഗ് ഉത്സാഹത്തോടെ മണ്ണിൽ മാന്തുന്നതിനിടയിൽ എന്തോ ഒന്ന് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു പഴയ കുപ്പിയായിരുന്നു. ആദ്രിത് കൗതുകത്തോടെ ആ കുപ്പി തുറന്നു. ഉള്ളിൽ ചുരുട്ടിവെച്ച ഒരു പഴയ കടലാസുണ്ടായിരുന്നു. അതൊരു ഭൂപടം പോലെ തോന്നി. ചിരാഗേ, നോക്കൂ, ഒരു നിധിവേട്ടയ്ക്കുള്ള ഭൂപടം, അവൻ ആവേശത്തോടെ പറഞ്ഞു. ഭൂപടത്തിലെ ആദ്യത്തെ അടയാളം അവരുടെ വീട്ടുമുറ്റത്തെ വലിയ മാവിന്റെ അടുത്തായിരുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ട് ഓടിച്ചെന്നു. മാവിന്റെ ചുവട്ടിൽ ഒരു ചെറിയ കല്ലുണ്ടായിരുന്നു. അതിനടിയിൽ അടുത്ത സൂചന അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അടുത്ത സ്ഥലം പാർക്കാണ്, ആദ്രിത് ഭൂപടം നോക്കി പറഞ്ഞു. അവർ പാർക്കിലേക്ക് നടന്നു. ഭൂപടത്തിൽ പറഞ്ഞിരുന്നതുപോലെ ശബ്ദമുണ്ടാക്കുന്ന ഊഞ്ഞാലിന്റെ ചുവട്ടിൽ ഒരു ചുവന്ന റിബൺ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ചിരാഗ് ആ റിബൺ മണത്തു നോക്കി. അതിൽ ഒരു ചെറിയ കടലാസ് കെട്ടിവെച്ചിരിക്കുന്നത് ആദ്രിത് കണ്ടു. അതൊരു കടങ്കഥയായിരുന്നു. ഞാൻ വെള്ളം കുടിക്കുന്നു, പക്ഷേ എനിക്ക് ദാഹമില്ല. ഞാൻ വളരുന്നു, പക്ഷേ എനിക്ക് ജീവനില്ല. എന്താണ് ഞാൻ? ആദ്രിത് ഒരു നിമിഷം ആലോചിച്ചു. ചെടി? അവൻ ഉറക്കെ പറഞ്ഞു. പാർക്കിന്റെ മൂലയിലുള്ള അപ്പൂപ്പന്റെ ചെടിച്ചട്ടികൾ. അവരങ്ങോട്ട് ഓടി. ചുവന്ന പൂക്കളുള്ള ഒരു ചെടിച്ചട്ടിയുടെ അടിയിൽ അവർ അടുത്ത സൂചന കണ്ടെത്തി. അതൊരു ചിത്രമായിരുന്നു. അവരുടെ വീടിന്റെ തപാൽപ്പെട്ടി. അവസാനത്തെ സൂചന നമ്മുടെ വീട്ടിൽ തന്നെ. ആദ്രിത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ വീട്ടിലേക്ക് ഓടി, അവരുടെ ചുവന്ന തപാൽപ്പെട്ടിയുടെ അടുത്തേക്ക്. ആദ്രിത് ആകാംക്ഷയോടെ തപാൽപ്പെട്ടി തുറന്നു. ഉള്ളിലൊരു ചെറിയ പെട്ടിയുണ്ടായിരുന്നു. അവൻ അത് തുറന്നു നോക്കി. പെട്ടിക്കുള്ളിൽ സ്വർണമായിരുന്നില്ല, മറിച്ച് ചിരാഗിന് പുതിയ തിളങ്ങുന്ന ഒരു കോളറും ഒരു ചെറിയ കുറിപ്പുമായിരുന്നു. യഥാർത്ഥ നിധി നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുമൊത്തുള്ള സാഹസികതയാണ് അതിലെഴുതിയിരുന്നു. ആദ്രിത് ചിരാഗിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അതായിരുന്നു അവരുടെ ഏറ്റവും നല്ല നിധി.